Sevens Golden Diamonds, Ermalur, Vadadala. CPI നേതാവിനെ മർദ്ദിച്ച സംഭവം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുനമ്പം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കേരള പോലീസിന് അപമാനമായി മാറിയിരിക്കുകയാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് പറഞ്ഞു. CPI ചെറായി ലോക്കൽ കമ്മിറ്റി അംഗവും AITC നേതാവുമായ PS സുനിൽകുമാറിനെ മർദ്ദിച്ച CPM ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക എന്നത് നിങ്ങളുടെ ചുമതല. ആ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ആ തലയിലിരിക്കുന്ന തൊപ്പിയുടെ മഹത്വം ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ കൃത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം. ഇപ്പൊ സംഭവം എന്താ? തുടക്കത്തിലെ ഉഷാറായിരുന്നു, അന്വേഷണം ഭംഗിയായിരുന്നു, അന്വേഷണം പോകേണ്ട വഴിക്ക് പോയി, ചെന്ന് മുട്ടി നിന്നു. എവിടെയാ ചെന്നിട്ട് നിന്നത്? വല്ല മതിലേലോ കല്ലേലോ അല്ലല്ലോ. യഥാർത്ഥ പ്രതികളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ചെന്നെത്തി നിന്നപ്പോ എന്തുകൊണ്ട് പോലീസ് പിന്നെ സ്തംഭനാവസ്ഥ അനുഭവിക്കുന്നു? സഖാക്കളെ, ആ കടമയൊക്കെ നിർവഹിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കും ചില സന്ദർഭങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം തയ്യാറാകണം. പോലീസ് മനഃപൂർവ്വം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ. മുനമ്പം പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് ഭരണം പോരാ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം. 4 വർത്തമാനം ഗവൺമെന്റിനെതിരായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. നാട്ടുകാരെ കൊണ്ട് 4 ചീത്ത പിണറായി വിജയനെ പറയിപ്പിക്കണം. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന വല്ല ഉദ്ദേശത്തോടു കൂടി എങ്ങാനും വല്ല പ്രവർത്തിക്കുന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുനമ്പം പോലീസിലുണ്ടെങ്കിൽ ആ പോലീസിനെ തിരിച്ചറിയാൻ മേലധികാരികളും പോലീസിന്റെ ഇവിടുത്തെ മേലധികാരികളും അത് ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ കൃത്യമായ ദിശയിലായിരുന്നെങ്കിൽ CPM നേതാക്കൾ അടക്കമുള്ള പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തിയപ്പോൾ പോലീസ് നടപടികൾ നിശ്ചലമായിരിക്കുകയാണ്. സുനിൽകുമാറിന് ലഭിക്കേണ്ട നിയമപരമായ പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ നിയമം കയ്യേറേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്താൽ അതിന് ഉത്തരവാദികൾ മുനമ്പം പോലീസ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITC സംസ്ഥാന സെക്രട്ടറി T രഘുവരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താര ദിലീപ്, CPI വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി KL ദിലീപ് കുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ VO ജോണി, PO ആന്റണി, ചെറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR സുധീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CPI വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് NK ബാബു അധ്യക്ഷത വഹിച്ചു. കോലത്തും കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് T ആന്റണി, PJ കുഷൻ, പ്രജാപതി പ്രകാശൻ, KJ ഫ്രാൻസിസ്, CA കുമാരി, അഡ്വക്കേറ്റ് ഡയാറ്റസ് കോമത്ത്, VP ശശിധരൻ, PR മനീഷ്, OJ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIക്ക് സംഘടനാപരമായ ശേഷിയുണ്ട്, അതിന്റെ കഴിവുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, സംഘടനാ ശേഷിയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നതാണ്. ആ പാർട്ടിയിൽ നിന്ന് ഇടക്കാലത്ത് വെച്ച് പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയവരാണ്. പക്ഷെ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വൈപ്പിൻകരയില് അല്ലെങ്കിൽ മുനമ്പം സർക്കിളിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് ന്യൂസ് ബ്യൂറോ വൈപ്പിൻ.